ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു അടിപൊളി ബട്ടർ കേക്ക് റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 മുട്ടയാണ് പൊട്ടിച്ച് ഒഴിക്കുന്നത് കേട്ടോ. അതിനുശേഷം 3 മുട്ട പൊട്ടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു അരക്കപ്പ് പഞ്ചസാര, വലിയ കപ്പായതുകൊണ്ട് ഞാനൊരു അരക്കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മുട്ടാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. കേക്ക് നന്നാവില്ല എന്നുള്ള ഒരു പേടിയും ഈ ഒരു റെസിപ്പിക്ക് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ മുട്ട ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. ഈ ഒരു റെസിപ്പി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. ഇനി നമ്മളിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കുന്നുണ്ട്. അതിൻ്റെ മേൽഭാഗത്തായിട്ട് നമ്മൾ ഈ മുട്ടയും പഞ്ചസാരയും കലക്കി വെച്ചിട്ടുള്ള ബൗള് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയം നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ മാത്രമാണ് വെക്കേണ്ടത് കേട്ടോ. തിളച്ച വെള്ളത്തിൻ്റെ മേലെ നമ്മൾ ഈ ഒരു പാത്രം വെച്ചതിന് ശേഷം കുറച്ച് നേരം നമ്മൾ വിസ്ക് കൊണ്ട് മുട്ട ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ മേൽഭാഗത്ത് പതക്കെ ഒന്ന് വന്ന് കാണും. ഈ ഒരു സമയം വരെ നമ്മളിതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഞാനായി താഴെ ഇറക്കി വെച്ചിട്ടുണ്ട്. താഴെ വെച്ചതിന് ശേഷം ഇതുപോലൊന്ന് കുറച്ചും കൂടെ നേരം മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ചെറിയൊരു ചൂടൊക്കെ കാണും. അപ്പോൾ അതുവരേക്കും ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടൻ്റെ ഒരു ചെറിയ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് വാനില എസൻസും ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കുന്നുണ്ട്. ഒരു 1/2 കപ്പിൻ്റെ മൈദപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് തരിച്ചെടുക്കാം കേട്ടോ. മൈദപ്പൊടി കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് തരിച്ചെടുക്കുന്നത്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് തരിച്ചെടുക്കാം. ഞാൻ ഇതിൽ വെച്ചിട്ട് തന്നെ ഒന്ന് തരിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ മുട്ടയും മൈദയും മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഭാഗത്തോട്ട് മാത്രമാണ് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. തിരിച്ച് അങ്ങോട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഭാഗത്തോട്ട് മാത്രം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ ഇതിൻ്റെ വക്കിനുണ്ടായതൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് സ്പാച്ചിൽ ഒഴിച്ചിട്ടോ കൈ വെച്ചിട്ടോ എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതൊന്ന് ഉരുകി വരുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആകും. അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. പാലൊന്ന് നമ്മൾ ഗ്യാസുമ്മേൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി പാല് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ തിളച്ച പാല് നമ്മൾ ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാല് നമ്മൾ ഒഴിക്കുമ്പോൾ ചൂടോടുകൂടെ തന്നെ ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് നേരം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇനി നമ്മളിത് ഉണ്ടാക്കാനായിട്ട് കേക്ക് ടിന്നോ അല്ലെങ്കിൽ ഇതുപോലൊരു പാത്രം എടുത്ത് അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഓയിലാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചെടുക്കാം. ഇല്ലാണ്ടെങ്കിൽ നമ്മളിതുപോലെ ഞാൻ സാധാ നോട്ട്ബുക്കിൻ്റെ ഒരു പേജാണ് എടുത്തിട്ടുള്ളത് കേട്ടോ.
അതിലേക്ക് ഇതുപോലെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ വെച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മേൽഭാഗത്ത് കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ചെയ്താൽ മതി, അതില്ലാതെയും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ചും കൂടെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് അടർത്തിയാൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. കുറച്ചൊന്ന് മൈദപ്പൊടി ഇട്ടതിന് ശേഷം നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. അതിനുശേഷം ഈ പാത്രം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് അടുപ്പത്ത് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അടിയിലൊരു ചെറിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയൊരു 10-25 മിനിറ്റ് ചെറിയ തീയിൽ നമ്മൾ വെച്ചെടുക്കാം. അപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്, എല്ലാ ഭാഗവും നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കേക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് തരണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വെന്തിട്ടുണ്ട് കേട്ടോ. അടിഭാഗമൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് നല്ലൊരു അടിപൊളി കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ കേക്ക് തിന്നാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.